മധ്യവേനലവധി ആഘോഷങ്ങൾക്കായി ഇടുക്കി മാങ്കുളത്തേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ് 33 വെള്ളച്ചാട്ടം. മതിവരുവോളം തണുത്ത വെള്ളത്തിലുള്ള നീരാട്ടിനായാണ് സഞ്ചാരികൾ കൂടുതലായി 33 വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത്. എത്ര കടുത്ത വേനലിലും 33 വെള്ളച്ചാട്ടം ഇങ്ങനെ പൂർണ്ണമായി വളരാറില്ല. വനത്തിലൂടെ ഒഴുകിയെത്തി പാറക്കെട്ടുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന 33 വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും ചിത്രങ്ങൾ പകർത്താനും മധ്യവേനലവധി ആരംഭിച്ചതോടെ സഞ്ചാരികളുടെ തിരക്കാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും ചിത്രങ്ങൾ പകർത്താനും സൗകര്യമുണ്ടെന്നതാണ് ഈ ജലപാതത്തിന്റെ പ്രത്യേകത. കാട്ടുചോലയായി തെളിഞ്ഞൊഴുകുന്ന വെള്ളത്തിന് നട്ടുച്ച നേരത്തും കോരിത്തെരിക്കുന്ന തണുപ്പുണ്ട്. கிளைமேட் வந்து சூப்பராக இருக்குது. இப்படி ஒரு பிளேஸை வந்து இன்றைக்கி தான் பார்க்குறோம். நாங்கள் வந்து இப்போலாம் மூணாறு வருவோம், மூணாரோட போயிடுவோம். இது இன்றைக்கி வந்திருக்கு, ரொம்ப பிடிச்சிருக்கு. நான் அடிக்கடி வரணும்னு தோணுது. இதுவும் இந்த சீசன் டேட்டில் இதோட நல்லாயிருக்கும் போல தெரியுது. கிட்டத்தட்ட ஒரு 100 டன் ஏசி போட்டால் கூட அந்த துணி இருக்காது. വേനൽ എത്ര കടുത്താലും 33 വെള്ളച്ചാട്ടം ഒഴുകിക്കൊണ്ടേയിരിക്കും. ആനക്കുളത്ത് കാട്ടാനകളെ കാണാനെത്തുന്ന സഞ്ചാരികൾ 33 വെള്ളച്ചാട്ടവും കണ്ട് മടങ്ങാറാണ് പതിവ്. ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി മാങ്കുളത്ത് നിന്നും ആനക്കുളത്ത് നിന്നുമെല്ലാം വെള്ളച്ചാട്ടത്തിലേക്ക് ജീപ്പിലുള്ള യാത്രയ്ക്കും സൗകര്യമുണ്ട്. ഗ്രാമീണതയുടെ ഭംഗിക്കും വനത്തിന്റെ പച്ചപ്പിനുമിടയിൽ 33 വെള്ളച്ചാട്ടം തീർക്കുന്ന മനോഹാരിത സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.